പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 3ാം വാർഷികം ആഘോഷിക്കുമ്പോഴും കെടുകാര്യസ്ഥത ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അംഗനവാടികൾ ഉൾപ്പെടെ സ്വജനപക്ഷപാതമാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ബി.ജെ.പി. പെരിനാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് പെരിനാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. വാർഡുകളിൽ ഉചിതമായ ഫണ്ടുകൾ നൽകണമെന്നാവശ്യപ്പെട്ടും അംഗനവാടി ഹെൽപ്പർ വർക്കർ നിയമനങ്ങളിൽ പാർട്ടിക്കാരെ അനധികൃതമായി തിരികെ കയറ്റുന്നതിൽ പ്രതിഷേധിച്ചും ജലജീവൻ പദ്ധതി അട്ടിമറിക്കുന്നെന്നും ആരോപിച്ചായിരുന്നു ബി.ജെ.പിയുടെ പ്രതിഷേധം. വിവാഹേതര ചടങ്ങുകൾക്കും മറ്റും യൂസർ ഫീ എന്ന മറവിൽ ക്രമാതീതമായി പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും ബി.ജെ.പി. ആരോപിച്ചു. പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 12 വയസ്സുള്ള കൊച്ചിയിലെ കൊച്ചു ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചോദിക്കുന്നത് അവനുണ്ടോ എന്നാണ്. അതായത് പിണറായി വിജയൻ ഉണ്ടോ എന്ന് 12 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് ചോദിക്കുന്നു. കൊച്ചു കുഞ്ഞിനും കണ്ടൂടാ, 80 വയസ്സുള്ള മറിയക്കുട്ടിക്കും കണ്ടൂടാ. ഈ മാടൻ മറുത, രക്ഷരക്ഷസ്, ചാമുണ്ടി, കരിച്ചാമുണ്ടി, തീച്ചാമുണ്ടി ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ കേരളീയ ജീവിതത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് ആ മൂർത്തികളെ കാണാൻ പോകുമ്പോൾ ചില പ്രത്യേക സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകും. കരിവള കൊണ്ടുപോകും, പട്ടു കൊണ്ടുപോകും, അതുപോലെ വളപ്പൊടിയിട്ട കരിക്ക് കൊണ്ടുപോകും, പട്ടും വളയും കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ ഈ തമ്പ്രാനെ കാണാൻ പോകുമ്പോ മറിയക്കുട്ടി കൊണ്ടുപോകുന്നത് കറുത്ത അടിപ്പാവാടയാണ്. ബി.ജെ.പി. പെരിനാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ, വെള്ളിമൺ ദിലീപ്, അനിക്കുട്ടൻ, ആർ രതീഷ്, മടത്തിൽ സുനിൽ, ആദർശ, ശ്രുതി, രമ്യ, വിജയലക്ഷ്മി, സ്വപ്ന, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.